ഗായ്സ് അപ്പം ഉച്ചവരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഫുള്ള് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാവും. വെള്ളവും ഗുളിയും കുടിച്ചിട്ടാണ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ആയത്. എൻ്റെ ഉമ്മാരെ പത്തിരി ചിക്കൻ കറി കടലക്കറി എല്ലാം ഉണ്ട്. ഞാൻ ചിക്കൻ കറി നല്ലപോലെ എസ്തറ്റിക്കൽ വെക്കാൻ പറഞ്ഞാണ്. മേസ്തറ്റിക്ക് നല്ല കൊളാക്കി തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് കടലക്കറി ഞാൻ തന്നെ വെച്ചോളാറിട്ട് അതിൻ്റെ എസ്തറ്റിക്കും പോയിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എസ്തറ്റിക്കൊക്കെ എന്തിനാണ് തിന്നാൽ പോരെ. വീഡിയോക്ക് വേണ്ടി ഞാൻ 3 പത്തിരി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ 5 പത്തിരി നിൽക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയ നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ടായിരുന്നു. ആരും ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഇതാ സുന്ദരി പൂച്ച വന്നിട്ട് കട്ടെടുക്കാൻ വേണ്ടി വന്നിക്കാണ്. അവിടെ ഒന്നും ഇല്ലേന്ന് ഞങ്ങളവിടെ പറ്റിച്ചു ഗൈസ്. ഇതിൻ്റെ ട്രാൻസിഷൻ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് കഴിഞ്ഞിട്ട് ഒരു മരുന്ന് കുടിക്കാണ്ടായിരുന്നു. ആ മരുന്ന് തന്നെ കാണുന്നത്. കുടിച്ച പാടനെ എന്തെങ്കിലും തിന്നണം, അല്ലെങ്കിൽ വായ ഫുള്ള് കേടാവും. പക്ഷേ അതുകൊണ്ട് ഒരു മുട്ടായി കൊടുത്തോണ്ടിരുന്നു. ഓള് കാണാതെ തോന്നിയാണ്. ഓൾ ഈ വീഡിയോ കാണുമ്പോഴേക്കാരം മുട്ടായി എടുത്ത് വരാൻ ഓൾ അറിയുന്നത്. അപ്പൊക്ക് വന്നിട്ട് മണ്ടക്ക് കൂട്ടിട്ടും. പിന്നെ അത് ബെഡൊക്കെ ശരിയാക്കാണ്. കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും പുതപ്പും വിരിപ്പും ഒക്കെ. എന്നിട്ട് അത് വൃത്തിയാക്കലോ വേണ്ടി നേരെ അടിച്ചു വരാൻ പോയി. അടിച്ചു വരി കഴിഞ്ഞു. തുടച്ച് കഴിഞ്ഞു. പുറത്തേലിട്ട് അടിപൊളി മണമാണ്. പിന്നെ കാക്കന്ന് പോകുന്നതുകൊണ്ട് ഉമ്മ പത്തിരി കണ്ടെയ്നറിലാക്കിന്. 2 കണ്ടെയ്നർ കേടെടുത്തി. 3-മത്തേലാണ് ശരിയാക്കി. അതിന് ഉമ്മാനെ അപ്രീഷിയേറ്റ് ചെയ്തു. അല്ലെങ്കിലും വിജയം ഉണ്ടാവൽ തോൽവികളിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഫാം ഹൗസ് കാണാൻ. കുറച്ച് കോഴിക്കൾക്ക് തീറ്റ കൊടുക്കണ്ടേനി. അപ്പോൾ നമ്മളെ ലെതർ ചെരുപ്പ് ഒഴിവാക്കിയിട്ട് വേറെ ലെതർ ചെരുപ്പ് ഇടണം. അല്ലെങ്കിൽ നമ്മളെ പുതിയ ലെതർ ചെരുപ്പ് കേടരും. ഇതാണ് ഞങ്ങളുടെ ഫാം ഹൗസ്. അങ്ങനെ തന്നെ നമ്മൾ 12 കോഴികൾക്കും തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. തീറ്റകൾ ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കുകയാണ്. അവരങ്ങനെ എല്ലായിടത്തും വന്ന് തിന്നും. പിന്നെ നമ്മൾ മണിച്ചിത്രത്തായിട്ട് പൂട്ടണം, അല്ലെങ്കിൽ കോഴികളൊക്കെ പുറത്ത് ചാടുകയും. തീറ്റ കൊടുത്ത് വരുമ്പോൾ ഒരാൾ നിഷ്കോയിട്ട് നിൽക്കണം. നിഷ്കോയിൽ നിന്നുകൊണ്ട് എൻ്റെ ക്യാമറക്ക് വന്ന് ഉമ്മരാണ്. നമ്മളെ സോപ്പിട്ടാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഒന്നുകാണ്ട് മീറ്റ് കൊടുത്ത് ലക്ഷറിയസ് ലൈഫ്. പിന്നെ ഇതൊക്കെ കാക്ക കൊണ്ടുപോകാനുള്ളതിന് ആ മീൻ പൊരിക്കുന്നത് ഞങ്ങൾക്ക് കേട്ടോ. ഈ മുട്ട റോസ്റ്റാണ് ഓനക്കുള്ളത്. ഉമ്മാനെ ഞാൻ നോക്കി സഹായിക്കണ്ടായെന്ന് വിചാരിക്കില്ല ആരും. ചക്കരി കണ്ടായിരുന്നു. അതിന് ഒരു ചുളക്ക പറിച്ചിട്ട് തന്നു. പിന്നെ പെരയിൽ ഇരുന്നിരുന്നപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കിയത്. ഞാനാണ് ചായ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതിൻ്റെ ചായ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ ചായ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ എക്സ്പ്രഷനാണത് ഗൈസ്. അപ്പോൾ ശരി, ബൈ.